ഇന്ന് ഞങ്ങളുടെ ഗ്യാങ്ങിലെ ഷെഫിൻ്റെ സ്പെഷ്യൽ മട്ടൻ കറിയാണ് കേട്ടോ. ഉലിഹ്യത്തിൻ്റെ മട്ടൻ കിട്ടിയപ്പോൾ ഉണ്ടാക്കിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഞങ്ങൾ അജ്മാനിലെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരുന്നത്. ഷഹാനയുടെ കിച്ചണാണ് കേട്ടോ അത്. അപ്പോൾ അവളുടെ ഓർഗനൈസറൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചതേ ഉള്ളൂ. അത് ഇവിടെ നിന്ന് തന്നെ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മസാല പൊടിച്ച് വെക്കണം. കുരുമുളകും ചെറിയ ജീരകവും വലിയ ജീരകവും അതുപോലെ തന്നെ വറ്റൽമുളകും ഇതും കൂടി നന്നായിട്ട് ചൂടാക്കിയെടുത്ത് വറുത്തതിന് ശേഷം പൊടിച്ച് വെക്കുക. പിന്നെ അത് ആ മട്ടൻ നന്നായി കഴുകി ചെറുതാക്കി കട്ട് ചെയ്തതിലേക്ക് കുഞ്ഞുള്ളി ഒരു അത്യാവശ്യത്തിലധികം എടുത്തിട്ടുണ്ട്. അത് ചെറുതാക്കി ചോപ്പ് ചെയ്തതും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തതും കറിവേപ്പിലയും തക്കാളിയും പിന്നെ നമ്മൾ ഈ പൊടിച്ചു വെച്ച മസാലയും ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് കൈ കൊണ്ട് കുഴച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് തന്നെ കുഴച്ചിട്ട് നമുക്ക് കുക്കറിലാണ് കേട്ടോ ഇത് വേവിക്കേണ്ടത്. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുക്കറിൽ നമ്മൾ അടച്ച് വെച്ച് വെള്ളമൊന്നും ഒഴിക്കാതെ കുറച്ച് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗത്തിന് അപ്പുറത്തെ സൈഡിൽ ഞങ്ങൾ ചിക്കൻ കറിയും കൂടി കുറച്ച് വെക്കുന്നുണ്ട്. മക്കൾക്കൊന്നും വലിയ ഇഷ്ടം ഉണ്ടാവില്ലല്ലോ ഈ മട്ടൻ കറിയൊന്നും. പിന്നെ ഇത് മട്ടൻ കൊണ്ട് മാത്രമല്ല കേട്ടോ, ബീഫ് കൊണ്ടും ഇതേ റെസിപ്പി നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ചിക്കൻ കറി ഞാൻ അധികം കാണിക്കുന്നില്ല, അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് ഒരിക്കലും കാണിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെ ലെങ്ത്തും കൂടും, നിങ്ങൾ കൺഫ്യൂഷനും ആവും. ഇപ്പം തന്നെ ഞാൻ സ്പീഡ് ട്രാക്കിലാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ മട്ടൻ വിസിലൊക്കെ അടിച്ച് റെഡി ആയിട്ടുണ്ട്. ഉലിഹത്തിൻ്റെ ആയതുകൊണ്ട് തന്നെ നല്ല ഫ്രഷും അതുപോലെ തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഷെഫ് അബ്ദു. ആളുടെ എല്ലാ റെസിപ്പിയും അടിപൊളിയാണ്. ഞങ്ങൾ എന്ത് സ്റ്റേക്കേഷന് പോയാലും എന്തെങ്കിലും ഒരുമിച്ച് എല്ലാവരും കൂടി കൂടുമ്പോഴും ആളാണ് കേട്ടോ കുക്ക് ചെയ്യുക. ഹെൽപ്പറായിട്ട് നമ്മുടെ ഹസ്ബൻഡ്സൊക്കെ കൂടെ ഉണ്ടാവുകയും ചെയ്യും. എന്തായാലും ഞങ്ങളെ ലേഡീസിനെ അവർ കിച്ചണിൽ കേട്ടാറില്ല ഇതുപോലെ സ്റ്റേക്കേഷനോ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോഴോ ഒക്കെ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഇങ്ങനെ കൂടുന്നത്. അപ്പോൾ നല്ല മട്ടൻ കറി ഇവിടെ റെഡിയായി. ഇത് നമ്മുടെ പാനിലേക്ക് മാറ്റി വെള്ളമൊക്കെ വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ അവസാനം കറിവേപ്പില കൂടി ഇട്ടാൽ നമ്മുടെ മട്ടൻ കറി അടിപൊളിയായി. ഞങ്ങൾ ഡിന്നറിന് പൊറോട്ടയിലേക്കാണ് കേട്ടോ. പിന്നെ ഷഹാനയുടെ സ്പെഷ്യൽ നെയ്പ്പത്തിലുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഡിന്നർ അടിപൊളിയായി കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്.